അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു കറുത്ത നാര് പോലെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം കഴുകി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 15 ചെറിയ ഉള്ളിയാണ്. അതേ അളവിൽ തന്നെ ഒരു 15 വെളുത്തുള്ളി അല്ലികളും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയിലും കറിവേപ്പിലയും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനെ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 5 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ്, മുഴുവൻ കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല പച്ച കളറിൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. നമ്മളിതിൽ പച്ചമുളക് കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് നമ്മൾ അരച്ചെടുത്തിട്ട് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതൊരു വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വിനാഗിരി അങ്ങ് കൂടി പോവരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മല്ലിയിലയും കറിവേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഈ ഒരു കട്ടിക്കാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോവരുത്. ഈ ഒരു കട്ടിക്ക് അരച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചെമ്മീനിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. പിന്നെ നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമല്ല, ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പകുതി വിനാഗിരിയും പകുതി നാരങ്ങ നീരും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ ഇതാ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില അവിടെ ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വേണം നിർബന്ധമൊന്നുമില്ല. എണ്ണ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവണം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ച ഓരോ പ്രോൺസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി കിട്ടണം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കി വന്ന മസാല നമ്മൾ ഇത് കുക്കായി മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്താണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കളയരുത്. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ ആവുന്ന സമയം ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോവേണ്ട ആവശ്യമില്ല. ഈ ചെമ്മീൻ ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല.
എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് ആവുന്ന സമയത്ത് ബാക്കി വന്ന മസാല മുഴുവനും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ ആ ഒരു പച്ച ചുവയൊക്കെ പോണം. ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ വരണം. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1.5 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് കുറുകി വരണം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. മധുരം പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം ഒന്ന് കുറുകി വരട്ടെ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ഒരു 4-5 മിനിറ്റ് ആയപ്പോൾ അതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ മുളകൊക്കെ മൂപ്പിച്ചിടാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത്രയും മതി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ചെമ്മീൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പ്രോൺസ് നിർമ്മാണ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്